മച്ചന്മാരെ നമസ്കാരം. നമ്മളിന്ന് വെക്കാൻ പോണത് മട്ടൻ്റെ ഈരുവലും ലിവറാണ് കേട്ടോ. അതും മരുന്ന് വെപ്പാണ് വെക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മട്ടൻ്റെ ഈരുവലും ലിവറാണ്. അത് കുറച്ച് നെയ്യിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ മല്ലിയില, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളിയും പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. സബോള എല്ലാം എടുത്താണ്, ചുവന്നുള്ളിയാണ് നമ്മളിലേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. ഈ ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഉള്ളിലേക്ക്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് കേട്ടോ. അതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ഇടാണ്. അതുപോലെ ബാക്കിയുള്ള ഐറ്റംസും കൂടി അതിലേക്ക് തട്ടാൻ പോകാം കേട്ടോ. അപ്പോൾ ഉള്ളി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇടാം കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഉപ്പുപൊടി, മറ്റേ ഗരം മസാല, മുളക് പൊടി, കുറച്ചൊരു നുള്ളു കായപ്പൊടി എടുത്തിട്ടുണ്ടോ. അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് പൊടിയിടാം. അപ്പോൾ നമ്മൾ പൊടിയിലാണ്. ശരിക്കും ഇതിലേക്ക് അധികം മസാലകളുടെ ആവശ്യമില്ല. നമ്മൾ മരുന്ന് കൂടി ഇടുമ്പോൾ അത് നമ്മളിത് വെന്തതിന് ശേഷമാണ് മരുന്ന് കൂടി ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് അധികം മസാലകൾ നമുക്ക് ആവശ്യമില്ല. എന്നാലും നമ്മൾ രുചിക്ക് വേണ്ടി ഇടുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് വാട്ടി പൊടി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പൊടികൾ മൂത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഈരുവലും ലിവറൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇടുകയാണ്. ഇനി നമുക്ക് നല്ലത് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ വേറെ വെള്ളം ഒഴിക്കണില്ല. കാരണം ഇതിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ലിവറിലും ഇരുവലിലും അത്യാവശ്യം വെള്ളം ഉള്ളത് കാരണം കഴുകിയുള്ള വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം ഒഴിക്കുന്നില്ല. അപ്പോൾ നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. നമ്മൾ മരുന്ന് പൊടി ഉണ്ട് കേട്ടോ. അത് നമ്മുടെ പെട്ടി മരുന്ന് കടയിലൊക്കെ കിട്ടുന്നതാണ്. ആയുർവേദ മരുന്ന് കടയിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് ആ ചെറിയ ഗ്രേവിയിൽ ചേർത്താൽ എല്ലായിടത്തേക്കും പരത്തി കിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്നിട്ട് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കും കേട്ടോ. വരട്ടിയെടുക്കും. അതിനുശേഷം നന്നായിട്ട് ഇളക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി ഇത് ഡ്രൈ ആക്കും കേട്ടോ. അതേപോലെ സംഭവം സെറ്റായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി കാച്ചണം. ഉള്ളി താളിച്ച് വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ബാക്കിയെല്ലാം സെറ്റായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു. അന്ന് ചൂടാവണം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചട്ടി ചൂടായിട്ടായിരിക്കും നമ്മൾ ചുവന്നുള്ളി നേരത്തെ എടുത്തുനിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഉള്ളി ചൂടായിട്ട് അപ്പോൾ അതിലേക്ക് വറ്റൽമുളകും വേപ്പിലിട്ട് നമ്മൾ ഇളക്കിയെടുക്കുകയാണ്. നമുക്ക് താളിച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ബാക്കി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളി താളിച്ചിരിക്കും ഒഴിക്കുകയാണ് കേട്ടോ. ഇത് ഇളക്കി സെറ്റാക്കി എടുക്കുക. ഒരു സാധനം സെറ്റായിട്ടുണ്ട് കേട്ടോ. എല്ലാം വരട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം എങ്ങനെയെന്ന് പറയാം കേട്ടോ. സംഭവം സൂപ്പറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് കേട്ടോ. മച്ചന്മാരെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നിട്ട് ആ ബെൽ ബട്ടൺ കൂടി നമുത്തിക്കോളൂ കേട്ടോ.